ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അബീസ് വേൾഡ്. അബീസ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. 2025 നടന്ന ലാബ് അസിസ്റ്റന്റ് മെയിൻസ് എക്സാമിന് ഇംഗ്ലീഷിൽ നിന്നും ചോദിച്ച ചോദ്യങ്ങളുടെ പ്രൊവിഷണൽ ആൻസർ കീ ആണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി PSC നടത്താനിരിക്കുന്ന ഡിഗ്രി പ്രിലിംസ് സെക്കൻഡ് സ്റ്റേജ് എക്സാം, അതുപോലെ അസിസ്റ്റന്റ് സെയിൽസ്മാൻ എക്സാം തുടങ്ങിയ എല്ലാ PSC പരീക്ഷകൾക്കും നിങ്ങൾക്ക് ഈ ക്ലാസ് ഉപകാരപ്രദമായിരിക്കും. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ചൂസ് ദ കറക്റ്റ് ആൻസർ. ക്രിസ്ത്യൻസ് ഗോ ടു ചർച്ച് എവറി സൺഡേ ഡാഷ് ദേ. ക്വസ്റ്റ്യൻ ടാഗ് കണ്ടുപിടിക്കാനാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഒരു സെൻറ്റൻസ് പോസിറ്റീവ് ആണെങ്കിൽ ടാഗ് നെഗറ്റീവ് ആയിരിക്കും. അതുപോലെ ഒരു സെൻറ്റൻസ് നെഗറ്റീവ് ആണെങ്കിൽ അതിൻ്റെ ടാഗ് പോസിറ്റീവ് ആയിരിക്കും. ഇവിടെ തന്നിട്ടുള്ള സെൻറ്റൻസ് പോസിറ്റീവ് സെൻറ്റൻസ് ആണ്. അപ്പോൾ അതിൻ്റെ ടാഗ് എന്തായിരിക്കും? ടാഗ് നെഗറ്റീവ് ആയിരിക്കും. ഇനി ചെയ്യേണ്ടത് സെൻറ്റൻസിൽ ഓക്സിലറി വെർബ് തന്നിട്ടില്ല എങ്കിൽ ഓക്സിലറി വെർബ് കണ്ടുപിടിക്കണം. സെൻറ്റൻസിലുള്ള വെർബ് ഗോ ആണ്, അതിൻ്റെ ഓക്സിലറി വെർബ് ഡു ആയിരിക്കും. അപ്പോൾ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്, ഡോണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. മൈ ബ്രദർ ഈസ് ഇൻട്രസ്റ്റഡ് ഡാഷ് റീഡിംഗ് സയൻസ് ഫിക്ഷൻസ്. ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഇൻ ആണ് ആൻസർ ആയിട്ട് ഇവിടെ വരുന്നത്. ഇൻട്രസ്റ്റഡ് എന്ന വാക്ക് കഴിഞ്ഞാൽ ഇൻ പ്ലസ് ING എന്നാണ് ചേർക്കേണ്ടത്. മൈ ബ്രദർ ഈസ് ഇൻട്രസ്റ്റഡ് ഇൻ റീഡിംഗ് സയൻസ് ഫിക്ഷൻസ്. അടുത്ത ക്വസ്റ്റ്യൻ. ഐ ഹാവ് ബീൻ ലിവിങ് ഇൻ ദിസ് ഹൗസ് ഡാഷ് ദ ലാസ്റ്റ് 10 years. ഈ സെൻറ്റൻസിൽ ഹാവ് ബീൻ ഉണ്ട്. അപ്പോൾ ആൻസർ ആയിട്ട് വരുന്നത് ഒന്നുകിൽ സിൻസ് ആയിരിക്കും, അല്ലെങ്കിൽ ഫോർ ആയിരിക്കും. ഒരു പീരീഡ് ഓഫ് ടൈമിനെ സൂചിപ്പിക്കാൻ ഫോർ ഉപയോഗിക്കുന്നു. ഒരു പോയിന്റ് ഓഫ് ടൈമിനെ സൂചിപ്പിക്കാൻ സിൻസ് ഉപയോഗിക്കുന്നു. ഈ സെൻറ്റൻസിൽ ലാസ്റ്റ് 10 years എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതൊരു പീരീഡ് ഓഫ് ടൈമാണ്. പീരീഡ് ഓഫ് ടൈമിനെ സൂചിപ്പിക്കാൻ ഏതാണ് ഉപയോഗിക്കുന്നത്? ഫോർ. അപ്പോൾ ഓപ്ഷൻ സി ഫോർ ആണ് ആൻസർ വരുന്നത്. ഐ ഹാവ് ബീൻ ലിവിങ് ഇൻ ദിസ് ഹൗസ് ഫോർ ദ ലാസ്റ്റ് 10 years. അടുത്ത ക്വസ്റ്റ്യൻ. ഇഫ് യു സ്റ്റഡി വെൽ യു ഡാഷ് പാസ് ദ എക്സാമിനേഷൻ. ഇതിലേതാണ് ആൻസർ ആയിട്ട് വരുന്നത്? ഓപ്ഷൻ എ വിൽ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇഫ് യു സ്റ്റഡി വെൽ യു വിൽ പാസ് ദ എക്സാമിനേഷൻ. ഈ സെൻറ്റൻസിൽ ഈഫ് കഴിഞ്ഞിട്ട് V1 ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. സ്റ്റഡി എന്ന വെർബ് V1 ആണ്. അതുകൊണ്ടാണ് ആൻസർ വിൽ എന്ന് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വൺ ഓഫ് ദ ബോയ്സ് ഡാഷ് ആബ്സെൻറ്റ് ടുഡേ. ഇതിലേതാണ് ആൻസർ ആയിട്ട് വരുന്നത്? ഓപ്ഷൻ ഡി ഈസ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. വൺ ഓഫ് ദ ബോയ്സ് ഈസ് ആബ്സെൻറ്റ് ടുഡേ. വൺ ഓഫ് ദ കഴിഞ്ഞിട്ട് പ്ലൂരൽ നൗൺ ആണ് വരുന്നതെങ്കിൽ അതിനുശേഷം വരുന്ന വെർബ് സിംഗുലർ ആയിരിക്കും. ഇവിടെ തന്നിരിക്കുന്ന സെൻറ്റൻസിൽ വൺ ഓഫ് ദ ബോയ്സ്, ഇതിൽ ബോയ്സ് എന്ന് പറയുന്നത് പ്ലൂരൽ നൗൺ ആണ്. അപ്പോൾ അതിനുശേഷം ഉപയോഗിക്കേണ്ടത് സിംഗുലർ വെർബാണ്. തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഈസ് മാത്രമാണ് സിംഗുലർ വെർബായിട്ടുള്ളത്. ആർ, വേർ, ഹാവ് അവ മൂന്നും പ്ലൂരൽ വെർബാണ്. ഓപ്ഷൻ ഡി ഈസ് ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. ഐ ഡാഷ് മുംബൈ ലാസ്റ്റ് ഇയർ. ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ ബി വിസിറ്റഡ്. ഈ സെൻറ്റൻസിൽ ലാസ്റ്റ് ഇയർ എന്ന് കാണാം അല്ലേ? അപ്പോൾ ലാസ്റ്റ് ഇയർ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു പോയ വർഷം. അങ്ങനെ വരുമ്പോൾ V2 ആണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഓപ്ഷൻ ഡി വിസിറ്റഡ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഐ വിസിറ്റഡ് മുംബൈ ലാസ്റ്റ് ഇയർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഐ ഡാഷ് മൈ ന്യൂ ഡ്രസ് ഓൺ മൈ ബർത്ത്ഡേ. ഫ്രേസൽ വെർബുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണിത്. ഓപ്ഷൻ ഡി പുട്ട് ഓൺ ആണ് ഇവിടെ ആൻസർ വരുന്നത്. പുട്ട് ഓൺ എന്ന് വെച്ചാൽ ടു വിയർ, ധരിക്കുക. ഐ പുട്ട് ഓൺ മൈ ന്യൂ ഡ്രസ് ഓൺ മൈ ബർത്ത്ഡേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ അന്റോണിം ഫോർ അമച്വർ ഈസ് ഡാഷ്. അമച്വർ എന്ന വേർഡിൻ്റെ അന്റോണിമാണ് ചോദിച്ചിരിക്കുന്നത്. അന്റോണിം എന്ന് വെച്ചാൽ ഓപ്പോസിറ്റ് മീനിങ് വരുന്നതിനെയാണ് അന്റോണിം എന്ന് പറയുന്നത്. ഓപ്ഷൻ എ പ്രൊഫഷണൽ ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ അമച്വർ എന്ന വേർഡിൻ്റെ അന്റോണിമാണ് പ്രൊഫഷണൽ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഹി ഹാസ് ബീൻ ഇലക്റ്റഡ് ടു ദ ഡാഷ്. 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇതിൽ
4 ഓപ്ഷൻസിൽ ഏതാണ് ഇവിടെ സ്യൂട്ടബിൾ ആയിട്ടുള്ളത്? ഓപ്ഷൻ ബി കൗൺസിൽ, COUNCIL. ഇവിടെ ഉപയോഗിക്കേണ്ട ശരിയായ വാക്ക് ഓപ്ഷൻ ബി കൗൺസിലാണ്. ഹി ഹാസ് ബീൻ ഇലക്റ്റഡ് ടു ദ കൗൺസിൽ. ബാക്കി 3 ഓപ്ഷനും തെറ്റാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ സിനോണിം ഫോർ അമിയബിൾ ഈസ് ഡാഷ്. അമിയബിൾ എന്ന വേർഡിൻ്റെ സിനോണിമാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. സിനോണിം എന്ന് പറഞ്ഞാൽ സെയിം മീനിങ് വരുന്നവയാണ്, അതായത് ഒരേ അർത്ഥം വരുന്നവയെയാണ് സിനോണിം എന്ന് പറയുന്നത്. ഇവിടെ അമിയബിൾ എന്ന വേർഡിൻ്റെ സിനോണിം ഏതാണ്? ഓപ്ഷൻസ് നോക്കാം. ലൈവ്ലി, വിജിലൻറ്റ്, ഇൻഫ്ലുവൻഷ്യൽ, ഫ്രണ്ട്ലി. ഓപ്ഷൻ ഡി ഫ്രണ്ട്ലി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ അമിയബിൾ എന്ന വേർഡിൻ്റെ സിനോണിമാണ് ഫ്രണ്ട്ലി. 2025 PSC നടത്തിയ ലാബ് അസിസ്റ്റൻ്റ് മെയിൻസ് എക്സാമിന് ഇംഗ്ലീഷിൽ നിന്നും ചോദിച്ച ചോദ്യങ്ങളുടെ പ്രൊവിഷണൽ ആൻസർ കീയാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി വരാൻ പോകുന്ന ഡിഗ്രി പ്രിലിംസ് സെക്കൻഡ് സ്റ്റേജ് എക്സാമിനും അസിസ്റ്റൻ്റ് സെയിൽസ്മാൻ എക്സാമിനും അതുപോലെ ഇനി വരാൻ പോകുന്ന എല്ലാ PSC പരീക്ഷകൾക്കും നിങ്ങൾക്ക് ഈ ക്ലാസ് ഉപകാരപ്പെടും. നിങ്ങൾക്ക് ഈ ക്ലാസ് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ PSCയുമായി ബന്ധപ്പെട്ട കൂടുതൽ ക്ലാസ്സുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്